നമ്മളെന്നല്ലേ ജർമ്മനിന്ന് ആംസ്റ്റർഡാം വരെ വന്നു. ആംസ്റ്റർഡാം എന്ന് പറഞ്ഞാൽ നെതർലാൻഡിന്റെ ഒരു ഉള്ളിലൊരു സിറ്റി അല്ലേ? എനിക്ക് ശരിക്കും അറിയില്ല. ക്യാപിറ്റല് ഹോളണ്ടെന്നും പേരുണ്ടെന്ന് തോന്നുന്നല്ലേ? നെതർലാൻഡ് രണ്ടുപേരുണ്ട്. ആംസ്റ്റർഡാം. ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ വന്നു. നമുക്ക് ഒരു സംശയം നിങ്ങളോട് ചോദിച്ചോട്ടെ. സംശയമല്ല, എനിക്കൊരു കാര്യം അറിയേണ്ടത്, നിങ്ങൾക്ക് നമ്മളിപ്പോ താമസിക്കുന്ന ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടാണ് ഇഷ്ടം, അതെ ആംസ്റ്റർഡാമാണോ ഇഷ്ടപ്പെട്ടത്? ആംസ്റ്റർഡാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്കത് ഒന്നുകൂടെ പോണം. തീർച്ചയായിട്ടും പോണ്ടേ. ഇനി നമ്മുടെ യാത്ര നമ്മുടെ നാട്ടിലില്ലാത്ത ഒരുപാട് ഫ്രീഡം ഇവിടെ ഉണ്ട്, ശരിയല്ലേ? ഒരു സെക്കൻഡ്, ഒരുപാട് ഫ്രീഡം ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം, ഈ ഫ്രീഡം ഇവിടെ ആരും ദുരുപയോഗിക്കണ ഞാൻ കണ്ടില്ല. ഇപ്പൊ നമ്മൾ പോയടുത്ത് കഞ്ചാവ് ഉണ്ടായിരുന്നു. കഞ്ചാവ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? നമ്മൾക്ക് ഇപ്പൊ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തോണ്ടിരിക്കണേ, നമ്മള് മദ്യപിച്ചോണ്ടിരിക്കണം, നമ്മള് ഹോട്ടൽ അടിച്ചു, അതിന് വീറടിക്കണം. നമുക്ക് ഈ സ്വാതന്ത്ര്യമൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇത് ആരും ഇവിടെ ദുരുപയോഗിക്കണ കാണില്ല. നമ്മുടെ നാട്ടില് ആരെയും കഞ്ചാവ് ഒട്ടെന്നും പറഞ്ഞൊരു വിഭാഗത്തെ പോലീസ് പിടിക്കുന്നു. ട്രെയിലടിക്കാൻ പാടില്ല, ബസ്സിലടിക്കാൻ പാടില്ല, റോട്ടിലടിക്കാൻ പാടില്ല. അവിടെ നമ്മൾ താമസിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വരെ അടിക്കാം. അപ്പൊ അതിനെ പറ്റി അഭിപ്രായം തൊട്ടത് ഇവിടെ അത് കൂടുതലാണ്, അല്ലെങ്കിൽ ആൾക്കാർ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെയാണ് സിറ്റി ഒക്കെ ക്ലീൻ ആയിട്ട് കിടക്കുന്നതും നമുക്ക് ടൂറിസ്റ്റിന് അതൊരു ബെറ്റർ ഫീൽ നൽകുന്നത് അത് തന്നെയാണ്. That's my experience. I prefer to come back again in Amsterdam or Netherlands rather comparing to Frankfurt. Frankfurt is good enough, but I feel more comfortable in Netherlands. ഞാനൊരു കാര്യം ചോദിച്ചു, നിങ്ങളിപ്പോ നമ്മള് മലയാളീസാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങളുടെ മനസ്സില് നമ്മുടെ നാട് അതാണ്, ശരിയല്ലേ? നാടിനോടൊരു സ്നേഹം ഉണ്ടാവും എല്ലാവർക്കും. സൂപ്പർ ഇല്ലേ? നമുക്ക് എന്ത് റെസ്ട്രിക്ഷനോ, ഒരു സെക്കൻഡ്, എന്ത് റെസ്ട്രിക്ഷനോ, എന്ത് തൊഴിലില്ലായ്മയിലോ, എന്ത് പട്ടിണിയിലോ, നമുക്ക് നാട് തന്നെയാണ്, അല്ലേ? സൂപ്പർ. എന്റെ മോള് നമ്മുടെ ആള് യൂറോപ്പ് നോക്കുമ്പോൾ ഞെട്ടും. ഒക്കെ ശരിയാണ്, അവിടെ അടിപൊളിയാണ് ലൈഫ്. പക്ഷെ എന്റെ മകളിൽ ഇന്നും കൂടി പറഞ്ഞു അപ്പൊ നാട്ടിൽ പോകണം. ആ ഫ്രണ്ട്ലി ഫ്രണ്ട്ഷിപ്പ് അത്ര ഇവിടെ കിട്ടില്ല. ഫാമിലി ബോണ്ടിങ് അതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൂ. ഇവിടെ കുറച്ചും കൂടി എന്താ പറയാ, ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയാം, അല്ലാന്നും പറയാം. എനിക്ക് നാടേനെ ഇഷ്ടം. ഇവിടെ ആർക്കും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. സത്യം. എല്ലാവരും അവനവന്റെ കാര്യമായിട്ട് നടക്കുന്നു. നമ്മുടെ അടുത്ത ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആരാന്ന് നമുക്ക് അറിയാം. നമ്മളൊരു സോഷ്യൽ ഹ്യൂമൻ ബീങ് ആയതുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ എല്ലാവരുമായിട്ടും പക്ഷെ നമ്മുടെ നാട് സംബന്ധിച്ച് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഫാർ ബെറ്റർ അല്ലേ? പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലേ? ഇവിടുത്തെ അങ്ങനെ സംവിധാനങ്ങള്, ഈ ക്ലീനില്ലേ, നമ്മുടെ ക്ലീൻ സിറ്റിയുടെ ഇത് ക്ലീനസ്. പിന്നെ ഇവിടെ നമ്മളിപ്പോ നെതർലാൻഡിൽ വന്നു, ജർമ്മനിന്ന്. പക്ഷെ ഇവൻ ജർമ്മനി ആയാലും എവിടെയായാലും നല്ല വൈബ് ഇതാണ്. എന്താ പറയാ, ഒരു പ്രത്യേക ഒരു ക്ലീനിനെസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ബെറ്റർ ആണ്, അതൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടില് എല്ലാവരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യണ്ട്. ചിലപ്പോ പ്രോബ്ലം ഉണ്ടാവും, അപ്പുറത്തെ പക്ഷെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിയുമ്പോ ചിലപ്പോ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരും. ശരിയാ. അല്ല, അത് എത്ര ശാസ്ത്രജ്ഞ ഉണ്ടെങ്കിലും അങ്ങനെയാണ്. ഒരു എമർജൻസി, ഒരു ആശുപത്രി കേസ് അല്ലെങ്കിൽ ഒരു ഡെത്ത് വന്നു കഴിഞ്ഞാൽ അയൽക്കാർ വരും. എത്ര പറഞ്ഞാൽ നേരം വരും. സഹകരിക്കില്ലേ? ഇവിടെ വന്നിട്ടായാലും മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നമ്മൾ ഇടയ്ക്ക് മിങ്കിൾ ഗെറ്റ് ടുഗദർ ഒക്കെ വെക്കുന്നതും അത് ആ ഒരു ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് വേണം, അല്ലാതെ ശരിക്കും പറഞ്ഞാൽ മറ്റേപടി ഇവിടുത്തെ ആളുകളിൽ സപ്പോർട്ട് കുറവാണ്. അങ്ങോട്ട് ഇങ്ങനെ പരസ്പരം ജീവിച്ചാലും ബേസിക്കലി നമ്മള് മലയാളികളാണ്, നമ്മുടെ പോലെയല്ല, നാട്ടിലെ പോലെയല്ല. എനിക്ക് പക്ഷെ നാട്ടിൽ പോകുന്ന പറഞ്ഞാൽ എപ്പോ ആയാലും ഞാൻ റെഡിയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ജർമ്മനി എന്നുള്ള നെതർലാൻഡ് യാത്ര അടിപൊളിയായിരുന്നു. അപ്പൊ ഓക്കെ, എന്താ പറയാ, നെവർ ബിഫോർ ഇൻ മൈ ലൈഫ് അല്ലേ? അത് ഇറ്റ്സ് എ നൈസ് തിങ്. നമ്മുടെ നാട്ടില് എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വി ആർ എൻജോയിങ്. നമ്മുടെ ട്രെയിനിൽ എൻജോയ് ചെയ്തു, അല്ല എല്ലായിടത്തും എൻജോയ് ചെയ്തു. ലാസ്റ്റ് ട്രെയിനിലെ. അപ്പൊ നമ്മുടെ ട്രെയിൻ കുറച്ച് കഴിയുമ്പോ